മിനിസ്റ്റർ, നമ്മൾ ഒരു ദൃശ്യം കാണിക്കുന്നുണ്ട്. അത് ഇന്ന് സംഭവിച്ചതാണ്. അല്പസമയം മുൻപാണ്. സെൻട്രൽ ഹൈസ്കൂൾ അട്ടക്കുളങ്ങര, ആ സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു വീണിരിക്കുന്നു. ഇന്ന് പ്രവേശനോത്സവമൊക്കെ നടന്ന് കുട്ടികൾ മടങ്ങിയതിനു ശേഷമാണ് എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിസ്റ്റർ. അല്ല, അത് അതിലൊരു എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അത് അവിടെ കുട്ടികൾ പഠിക്കുന്ന ഭാഗമല്ല. അത് കുട്ടികൾ അവിടെ ഇപ്പൊ പഠിക്കുന്നില്ല. അവിടെ SSAയുടെ ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗം തന്നെയല്ലേ? പഴയ കാലത്ത് സ്കൂളായിരുന്നു, സ്കൂൾ കെട്ടിടമായിരുന്നു. ഇപ്പൊ അത് സ്കൂൾ കെട്ടിടമല്ല. അവിടെ ഈ SSA അറിയാലോ, സർവശിക്ഷാ അഭിയാൻ, അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലവർഷം കാരണമാണ് ഈ ഡാമേജ് വന്നത്. പക്ഷെ അത് ഞങ്ങൾ പരിശോധിക്കും. അതിനും ഫിറ്റ്നസ് കൊടുത്തിട്ടാണല്ലോ അത് അവിടെ വർക്ക് ചെയ്യുന്നത്. അതെ, അപ്പോൾ ഈ ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ ഇത്തവണ കുറച്ചുകൂടി കർക്കശമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ തരത്തിലേക്ക് അവിടെ പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയമുണ്ടല്ലോ. ഓഫീസ് ബിൽഡിംഗ് ആണ്. ഓഫീസ് ബിൽഡിംഗ് ആയാലും സ്കൂൾ കെട്ടിടമായാലും ഏത് സർക്കാർ കെട്ടിടത്തിനും വർഷാവർഷം ഫിറ്റ്നസ് കൊടുക്കണം. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാം. ഏതായിരുന്നാലും ഭാഗ്യത്തിന് ആളപായമോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിലെന്താണ് ഇപ്പോൾ മിനിസ്റ്ററുടെ ഒരു ഇടപെടൽ എന്ന രീതിയിൽ എന്താണ് ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ? ഇതിന്റെ റിപ്പോർട്ട് വാങ്ങി എവിടെയാണ് അതിന്റെ മിസ്റ്റേക്ക്, ആരെടുത്താണ് സംഭവിച്ചാൽ അതിനെതിരെ ഇടപെടലും നടപടിയും ഉണ്ടാവും. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. 24 ആണ് ഈ വാർത്ത പുറത്ത് കൊണ്ടുവരുന്നത്. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ 24 വാർത്ത പുറത്ത് വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ ഹൈസ്കൂൾ അട്ടക്കുളങ്ങര, അതിൽ മിനിസ്റ്റർ പറയുന്നത് SSA പ്രവർത്തിച്ചിരുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത് എന്നാണ്. അതായത് സർവശിക്ഷാ അഭിയാൻ, ആ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഭാഗമാണിത്, ക്ലാസ് മുറിയുടെ ഭാഗമല്ല എന്നതാണ് മിനിസ്റ്റർക്ക് കിട്ടിയ വിവരം. പക്ഷേ ഫിറ്റ്നസ് എന്നൊക്കെയുള്ളത് പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് എന്നതിലേക്കൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകും, അടിയന്തരമായി തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ 24നോട് പറഞ്ഞിട്ടുള്ളത്. കാലവർഷത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ, ആ വേനൽ മഴയുടെ ഭാഗമായി നല്ല മഴ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തൊക്കെ പെയ്തത് നമുക്കറിയാം. അതിന്റെ ഭാഗമായി കൂടിയാകാം ഒരു പക്ഷേ ഇങ്ങനെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് എന്നതാണ് മിനിസ്റ്റർ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് എന്നുള്ളതിൽ സംശയമില്ല. അത് നമ്മളുടെ റിപ്പോർട്ടർ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.